അവന് വല്ലത് സ്വഭാവമുണ്ടോ എന്ന് നമ്മോട് ചോദിച്ചാൽ അവൻ മദ്യപാനിയാണ് എന്ന് പറയണം. ഇല്ലെങ്കിൽ നമ്മോട് ചോദിച്ച മനുഷ്യനെ വഞ്ചിക്കലാണ്. അതക്കാര്യം മാത്രമെന്ന് പറഞ്ഞേക്കണം. അതാവശ്യത്തിന് മാത്രം ഒരു പ്രാവശ്യം പറഞ്ഞു നിർത്തണം. അല്ലാതെ അവ ആവശ്യമില്ലാതെ പറയാൻ പാടില്ല. ഇതുപോലെ ഒരു ജോലിക്കൊരു മനുഷ്യനെ നമ്മൾ നിശ്ചയിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി ജോലിയെടുക്കുന്ന വ്യക്തിയാണോ എന്ന് അദ്ദേഹത്തിന്റെ തൊഴിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് നമുക്കറിയാവുന്നതുള്ളതുപോലെ റിപ്പോർട്ട് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട ചില രംഗങ്ങളുണ്ട്. ഇതല്ലാത്ത വിധത്തിൽ ലാ തഗ്തബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്മിൻ ലിമാ ഫീ ലഹ്മിഹിം ദുഊഫു ഇന്നൽ ദുആഫ ഇദാ മാ കുൻത തഖുലു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. പണ്ഡിതന്മാര് പറഞ്ഞു, നീ ഒരാളും ഇഷ്ടപ്പെടാത്തത് പറയരുത്. എന്നാൽ ഫളൻ അനിൽ ഉലമാ, പണ്ഡിതന്മാരെ സംബന്ധിച്ച് നീ ഒരിക്കലും അവരിഷ്ടപ്പെടാത്തത് പറയരുത്. പണ്ഡിതന്മാർ അവർ പാണ്ഡിത്യമുള്ളവരാണ്, അവരറിവുള്ളവരാണ്. അവർക്ക് ലഭിച്ച അറിവനുസരിച്ച് അവർ ദീന് പറയും. അങ്ങനെ പറയുമ്പോൾ എല്ലാ പണ്ഡിതന്മാരും എല്ലാ സമയത്തും ഒരേ അഭിപ്രായം ഒരു ശാഖാപരമായ വിഷയത്തിൽ പറഞ്ഞുകൊള്ളണമെന്നില്ല. സഹോദരന്മാർ മനസ്സിലാക്കണം. 2 ദിവസം മുമ്പ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നിസ്കരിക്കുന്ന സമയത്ത് കൈവെക്കുന്നതിനെ സംബന്ധിച്ച് 3 അഭിപ്രായമാണ് പണ്ഡിതന്മാർക്കുള്ളത്. ഒന്ന് നെഞ്ഞിന്റെ ചുവട് പൊക്കിളിന്റെ മേലെ, മറ്റൊന്ന് തീരെ താഴ്ത്തിയിടലാണ്, മറ്റൊന്ന് അതാ പൊക്കിളിന്റെയും ചുവടവെക്കലാണ്. ഈ 3 അഭിപ്രായമാണ് 4 മദ്ഹബിന്റെ ഇമാമികൾക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഈ 3 അഭിപ്രായം പറഞ്ഞവർ ചില്ലറക്കാരല്ല. പൊക്കിളിന്റെ ചുവട് വെക്കണമെന്ന് പറഞ്ഞ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. വലിയ കറാമത്തുള്ള വലിയും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പോലും മുറാദ് ഹാസിലാകാൻ വേണ്ടി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പോയി സിയാറത്ത് ചെയ്തു. അബൂ ഹനീഫ തങ്ങളെ ഇടയാളനാക്കി ദുആ ചെയ്തു എന്നല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ പോലുള്ളവർ രേഖപ്പെടുത്തുന്നത്. അത്ര വലിയ പണ്ഡിതനാണ് ഇമാം അബൂ ഹനീഫ. പക്ഷേ മഹാനവറുകൾ പൊക്കിളിന്റെ ചുവടെയാണ് നിസ്കരിക്കുന്നവൻ കൈവയ്ക്കേണ്ടതെന്ന് പറയുന്നു. എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ കൈവെക്കണമെന്ന് പറയുന്നു. അതിന് അവർക്കുള്ള തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ കൈവച്ചു അലാ സദ്രിഹി, നെഞ്ഞിന്റെ അടുക്കൽ കൈവച്ചു എന്ന് ഹദീസിലുണ്ട്. നെഞ്ഞിന്റെ അടുക്കൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ശാഫിഈ മദ്ഹബിലെ ഇമാമികളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം മഹല്ലി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഇന്ദ സദ്രിഹി, നെഞ്ഞിന്റെ അടുക്കൽ കൈവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെഞ്ഞിന്റെ അടുക്കൽ കൈവെക്കുക എന്ന് ഒരു റിപ്പോർട്ടിലും അലാ സദ്രിഹി എന്ന് മറ്റൊരു റിപ്പോർട്ടിലും വരുമ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ അറബി അറിയുന്ന പണ്ഡിതന്മാർ അവര് വിശദീകരിക്കുന്നു. അല എന്ന വാക്കിന് പലപ്പോഴും അറബിയിൽ അടുക്കൽ എന്നർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ കാണും ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഖാരിയിൽ കാണാം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കയറി ചെന്നു. അവിടെ അല എന്ന വാക്കിനർത്ഥം അടുക്കൽ എന്നാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ കാണാം ഇദ്ഹും അലൈഹാ ഖുഊദ്, മുഅ്മിനീങ്ങളെ തീയിലിട്ട് കരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ശത്രുക്കൾ വഹും അലൈഹാ ഖുഊദ്, ആ തീക്കുണ്ടാരത്തിന്റെ അടുക്കൽ ഇരുന്നു. എന്തിനു വേണ്ടിയിരുന്നു? പന്ത് കളിക്കുന്നത് കാണാൻ, ഫുട്ബോൾ കാണാൻ വേണ്ടി ഗാലറിയിൽ ഇരിക്കുന്നത് പോലെ മുഅ്മിനീങ്ങളെ തീയിലിട്ട് കരിക്കുന്നത് കാണാൻ തീന്റെ സമീപത്ത് ശത്രുക്കളിരുന്നു. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു വഹും അലൈഹാ ഖുഊദ്, അവർ തീയിന്റെ അടുക്കൽ ഇരിക്കുന്നവരാണ്.
ഇതുപോലെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഔ അജിദു അലന്നാരി ഹുദൻ, ഞാൻ ആ കാണുന്ന തീയിന്റെ സമീപത്ത് ഞാൻ നമുക്ക് വഴി കാണിച്ചു തരുന്നവനെ കണ്ടെത്തിച്ചേക്കും. അപ്പൊ അടുക്കൽ എന്ന അർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലും അല എന്ന വാക്ക് ധാരാളം വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഇൻദ സ്വദിരിഹി, നെഞ്ഞിന്റെ അടുക്കൽ എന്ന് തന്നെ ഇമാം ബസാറിന്റെ റിപ്പോർട്ടുമുണ്ട്. അതുകൊണ്ട് അലാ സ്വദിരിഹി എന്ന ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനം നെഞ്ഞിന്റെ ചുവടെ കൈവെക്കണമെന്നാണെന്ന് ഹദീസുകളൊക്കെയും മനപ്പാഠം പഠിക്കുകയും അറബി ഭാഷ നന്നായി മനസ്സിലാക്കുകയും ഖുർആനും ഹദീസും നന്നായി ഗ്രഹിക്കുകയും ചെയ്ത ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ഇതേ സമയത്ത് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കൈ തീരെ താഴ്ത്തിയിടുന്നതിന് കുഴപ്പമില്ല, കൈ താഴ്ത്തിയിടാമെന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്ന് അഭിപ്രായമല്ലാതെ നാലാമത്തൊരഭിപ്രായം 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഉണ്ടായിട്ട് 3 അഭിപ്രായം മാത്രമേ കൈവെക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായുള്ളൂ. അലാ സദ്രിഹി എന്ന ഹദീസ് പരിശുദ്ധ ഖുർആനിലെ ഇദ്ഹും അലൈഹാ ഖുഊദ് എന്ന ആയത്തടക്കമുള്ള അലൈഹ എന്ന പ്രയോഗങ്ങൾ മനസ്സിലാക്കി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ നെഞ്ഞിന്റെ സമീപത്ത് വെക്കുക എന്ന അർത്ഥവും, അതുപോലെ തഹ്ത സദ്രിഹി എന്നൊരു റിപ്പോർട്ട് വന്നതുകൊണ്ട് അത് പൊക്കിളിന്റെയും ചുവടയുമാകാമെന്ന നിലയ്ക്ക് പൊക്കിളിന്റെ ചുവട വെക്കണമെന്ന അബൂ ഹനീഫ തങ്ങളുടെ ഒരു അഭിപ്രായവും, തീരെ കൈ താഴ്ത്തിയിടുക എന്ന മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അഭിപ്രായവും, ഇങ്ങനെ 3 അഭിപ്രായമല്ലാതെ 4മത്തൊരഭിപ്രായം ഇസ്ലാം ദീനിലില്ല. അതുകൊണ്ട് തന്നെ ശർഹ് അബൂ ദാവൂദിന്റെ ശർഹ് ബദലുൽ മജ്ഹൂദിൽ കാണാം, ഈ 3അല്ലാത്ത 4മത്തൊരഭിപ്രായം നെഞ്ഞിന്റെ മേലെ കൈവെക്കണമെന്ന് വല്ലവരും പറഞ്ഞാൽ ഖാരിജും മിൻ മദാഹിബിൽ മുസ്ലിമീങ്ങളുടെ സർവ്വ മദ്ഹബിന്റെയും പുറത്തുള്ള പുതിയ അഭിപ്രായമാണ്. അത് മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തിലെ കൈവെപ്പിന്റെ സ്വഭാവമല്ല. അബൂ ദാവൂദിന്റെ ശറഹിൽ കാണാം. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നമ്മുടെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ 3 അഭിപ്രായം വന്നതിന്റെ പേരിൽ അവരാക്ഷേപിക്കാൻ വകുപ്പുണ്ടോ, കുറ്റം പറയാൻ വകുപ്പുണ്ടോ? വകുപ്പില്ലെന്ന് മാത്രമല്ല, അവർ പരസ്പരം തന്നെ വലിയ ബഹുമാനത്തോടുകൂടെ ജീവിച്ചു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ എത്രയാണ് ബഹുമാനിച്ചത്. ഇമാം ശാഫിഈ അഹ്മദ് ഇബ്നു ഹംബൽ ധരിച്ച കുപ്പായം പോലും കഴുകിയിട്ടതിന്റെ വെള്ളം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ശാഫിഈ ഇമാം തങ്ങളുടെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനമാണ്, പരസ്പരം ബഹുമാനമാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് അബൂ ഹനീഫ. ഇങ്ങനെ സർവ്വ ഇമാമിയങ്ങളും ശാഖാപരമായ വിഷയങ്ങളിൽ മസ്അലത്തർക്കങ്ങൾ ഉള്ളതോടുകൂടി തന്നെ അവര് പരസ്പരം വലിയ ബഹുമാനമാണ്. ആരും ആരെയും ആക്ഷേപിക്കുന്നില്ല, ആരും ആരെയും കുറ്റം പറയുന്നില്ല. ഒരു സാധാരണക്കാരനോടും ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനെ ഇകഴ്ത്തി സംസാരിക്കുന്നില്ല. ഇത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ മാത്രമുള്ള സ്വഭാവമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ താഴോട്ട് വന്നാൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരലിന്റെ പള്ള നിലത്ത് കുത്തിവെക്കണമെന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണെന്നാണ്. എന്നാൽ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം കാലിന്റെ വിരലിന്റെ പള്ള കുത്തിയില്ലെങ്കിലും നിസ്കാരം സഹീഹാകുമെന്നാണ്. ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ 2 പണ്ഡിതന്മാരാണ്. പ്രബലമായ അഭിപ്രായം കാലിന്റെ വിരലിന്റെ പള്ള കുത്തിവെക്കണമെന്നാണ്. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ അവിടെ 2 അഭിപ്രായമുണ്ട്. പക്ഷേ 2 പേരും
നിങ്ങൾ ഓർക്കണം, ഇമാം നബവി റളിയല്ലാഹു അൻഹു റാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് പറയുകയാണ്, റാഫി ഇമാമിന്റെ ബഹുമാനം പറയുകയാണ്. ഇതുപോലെ സഹോദരന്മാരെ, റാഫി ഇമാമിന്റെ ശിഷ്യ പരമ്പരയിലുള്ള പണ്ഡിതന്മാർ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ആദരിച്ചു ബഹുമാനിച്ച് സംസാരിക്കുകയാണ്. ഇതുപോലെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം റംലി റളിയല്ലാഹു അൻഹു ബറാഅത്ത് സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയാൽ ഹറാമാണെന്ന് ഒരാൾ പറയുന്നു, കറാഹത്താണെന്ന് മറ്റൊരാൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ രണ്ട് പണ്ഡിതന്മാരെയും ഒരുപോലെ ആദരിക്കപ്പെടുന്നു. ഇങ്ങനെ ലോകത്ത് നിങ്ങൾക്ക് കാണാം. ഈ അടുത്ത കാലം വരെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മസ്അലയിലുണ്ടായാൽ അതിന്റെ പേരിൽ പരസ്പരം ചീത്ത പറയലോ തെറി പറയലോ, അതിന്റെ പേരിൽ ചെറിയ കുരുന്നു ഹൃദയങ്ങളോട് മറ്റൊരു പണ്ഡിതനെ ആക്ഷേപിച്ച് സംസാരിച്ച് ചെറിയ മക്കളുടെ ഹൃദയത്തിൽ പണ്ഡിതന്മാരെ സംബന്ധിച്ചുള്ള മതിപ്പ് കുറക്കലോ, പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നവരായി മുസ്ലിം മക്കളെ വളർത്തിയെടുക്കലോ നമ്മുടെ സമുദായത്തിലില്ലായിരുന്നു. പക്ഷേ ആഖിറം ചിന്തിക്കുന്നതിന് പകരം ഭൗതിക ചിന്ത പലപ്പോഴും കൽബിലേക്ക് കടന്ന് ഓരോരുത്തരും അവനവന്റെ കക്ഷികളിൽ ആളെ ചേർക്കണമെന്ന ചിന്തയിൽ ആഖിറം മറന്നുകൊണ്ടുള്ള പ്രവർത്തന രംഗത്ത് വന്നപ്പോൾ പലപ്പോഴും അല്ലാഹ് ഹലാലാക്കിയതാണോ സംസാരിക്കുന്നത്, അപ്പുറത്തെ പണ്ഡിതന് ഇഷ്ടപ്പെടുന്നതാണോ സംസാരിക്കുന്നത്, റബ്ബിന്റെ അടുക്കൽ കുടുങ്ങുന്നതാണോ പറയുന്നത്, ഈ ചിന്തയില്ലാതെ ശാഖാപരമായ വിഷയങ്ങളുടെ പേരിൽ പരസ്പരം കടുത്ത ആക്ഷേപങ്ങളും ഗീബത്തുകളും നമീമത്തുകളും ഫിത്നകളും ഫസാദുകളും പാരവെക്കലും തുടങ്ങിയ ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം അതപ്പതിച്ചുപോയി കേട്ടോ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സമുദായത്തിന് മുൻഗാമികളുടെ വഴി പിന്തുടർന്ന് ജീവിച്ച് നന്നാകാൻ തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ മുഖത്ത് നോക്കൽ ഹറാമാണ്. മുഖത്ത് നോക്കൽ തന്നെ ഹറാമാണ്. അത് വികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറാമാണ്. അത് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു, അത്തരത്തിലുള്ള കുട്ടികളെ മുഖത്ത് നോക്കൽ വികാരത്തോടുകൂടിയാണെങ്കിൽ ഹറാമാണ്, തർക്കമില്ല. വികാരമില്ലെങ്കിൽ ഹറാമെന്ന് പറയണ്ട. പക്ഷേ അക്കാലഘട്ടത്തിൽ അതിന്റെ ശേഷം ജീവിച്ചിരുന്നൊരു പണ്ഡിതൻ, അല്ലാമാ രീമി എന്ന് പറയുന്നൊരു പണ്ഡിതൻ, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ മസ്അല പറഞ്ഞപ്പോ നബവി ഇമാം തങ്ങളെ പൊരുത്തപ്പെടാത്ത രൂപത്തിൽ ആക്ഷേപിച്ച് സംസാരിച്ചു കളഞ്ഞു. അദ്ദേഹം എന്തിന് ഇത്ര കടുപ്പം കൂട്ടണം? എല്ലാ മുസ്ലിയാന്മാരും പറയും പോലെ പറഞ്ഞാ പോരെ, എല്ലാ പണ്ഡിതന്മാരും പറയും പോലെ പറഞ്ഞാ പോരെ, അദ്ദേഹം എന്തിന് ഇത്ര കടുപ്പം കൂട്ടണമെന്നതിൽ നൗവിമാബ് തങ്ങൾ ഇഷ്ടപ്പെടാത്ത വാക്ക് എല്ലാമാ രീതി തങ്ങൾ പറഞ്ഞുപോയി. അതിന്റെ പേരിൽ ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെപ്പോലുള്ള, ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളെപ്പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം അല്ലാമാ രീമി തങ്ങൾ മരണപ്പെട്ടിട്ട് ആയിരക്കണക്കിന് അനുയായികളുടെ സമീപത്ത് ബഹുമാനപ്പെട്ടവരുടെ മയ്യത്ത് ഇങ്ങനെ കിടത്തിയപ്പോ ഒരു പൂച്ചയെപ്പോലുള്ള ഒരു മൃഗം ആ ജനങ്ങളുടെ മുന്നിൽ ഓടി ഇങ്ങ് വന്നു. മഹാനായ നബവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച് സംസാരിച്ച പണ്ഡിതന്റെ നാവ് മയ്യത്തിൽ നിന്ന് കടിച്ചെടുത്തിട്ട് ഒറ്റ ഓട്ടമോടിപ്പോയി. ഒരു മനുഷ്യനും തടുക്കാൻ സാധിച്ചില്ല. കാരണം ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചതായിരുന്നു. സഹോദരന്മാരെ, ഇപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മളെ നാട്ടിൽ എത്ര അത്തരത്തിലുള്ള പരിപാടികൾ ലോകത്ത് നടക്കുന്നു, എന്നിട്ട് ഇങ്ങനത്തെ യാതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ആ സഹോദരന്മാരെ, അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ മറുപടി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊരു ദിവസം സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത ദുർഗന്ധം വമിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുനാഫിഖീങ്ങൾ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്.
ഗീബത്ത് പറഞ്ഞവന്റെ നാവ് വായിൽ നിന്നുള്ള നാറ്റമാണത് സഹാബികളെ. ആ ദുർഗന്ധം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ഗീബത്ത് പറഞ്ഞവന്റെ വായിൽ നിന്നുള്ള നാറ്റമാണ്. ഇവിടെ പണ്ഡിതന്മാര് പറയുകയാണ്, ഇപ്പൊ ഗീബത്ത് പറയുന്ന, എത്ര ഗീബത്ത് പറയുന്ന ഒരു നാറ്റവും നമ്മൾക്ക് കാണുന്നില്ലല്ലോ. അതിന് മഹാന്മാര് മറുപടി പറഞ്ഞു, നാറ്റമില്ലാഞ്ഞിട്ടല്ല, ഗീബത്ത് നിറഞ്ഞുപോയത് കൊണ്ട് നാറ്റം മൂക്കിന് പിടിക്കുന്നില്ല. ഏതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് വളം ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, അല്ലെങ്കിൽ ഉണക്കിമീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ആദ്യമായി ചെന്നവന് അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ UAE ഒരു കമ്പനിയിൽ പോയി, പാൽ കമ്പനിയിൽ. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് പശുക്കളുള്ള പാൽ കമ്പനി. ഒരൊറ്റ പശുവിന്റെ പാല് കറന്നാൽ തന്നെ 75 ലിറ്റർ, 100 ലിറ്റർ, 140 ലിറ്റർ ഒക്കെ പാലുണ്ടാവും. അങ്ങനത്തെ വലിയ പാൽ കമ്പനി. പക്ഷേ അവിടെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി ഞാനൊരിക്കൽ അതിന്റെ ഉള്ളിൽ കുറെ ആളുകളുടെ കൂടെ നിസ്കരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, എങ്ങനെയൊക്കെ നിസ്കരിച്ച് തടിയെടുത്തു എന്ന് പറയാം, നാറിയിട്ട് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ കമ്പനിന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്, അവർക്കൊട്ട് നാറ്റമില്ല. കാരണം അവരെ മൂക്കിനെ അത് ശീലിച്ചുപോയി. ഇത് സാധാരണ സംഭവിക്കുന്നതാണ്. ഇതുപോലെ ലോകമൊട്ടാകെ ഗീബത്ത് കൊണ്ട് നിറഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് നാറ്റം അനുഭവിക്കുന്നില്ല. ഇതുപോലെ സഹോദരന്മാരെ, വലിയ വലിയ മഹാന്മാർക്ക് ചെറിയ ന്യൂനത സംഭവിച്ചാൽ ആ ന്യൂനത പരിഹരിക്കപ്പെടാൻ വേണ്ടി ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് അത് പരിഹരിച്ചു കൊടുക്കും. അത് മഹാന്മാരുടെ സ്വഭാവമാണ്. നേരെ മറിച്ച് അല്ലാഹു ജല്ല ജലാലുഹു ദുനിയാവിൽ വെച്ച് പരിഹരിച്ചു കൊടുക്കാതെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കുന്നവരാണെങ്കിൽ ദുനിയാവിൽ ഒരു പാഠവും കിട്ടൂല കേട്ടോ. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ ഒരിക്കലും ലാ തഗ്തബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ, ഒരാളെയും നിങ്ങൾ കുറ്റവും കുറവും പറയരുത്, പണ്ഡിതന്മാരെ തീരെ പറയരുത്. വലൗ ബിസഹ്വിൻ ലിമാ ഫീ ലഹ്മിഹിം ദുഫൂ, മറന്നുകൊണ്ട് പോലും പറയരുത്. പണ്ഡിതന്മാരുടെ മാംസത്തിൽ നഞ്ഞുണ്ട്, പണ്ഡിതന്മാരുടെ മാംസത്തിൽ നഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന നഞ്ഞാണത്. അതിനാൽ ഇന്നദ്ദുആ ഫൈദാ മാ കുൻത തഖുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു, വസ്തുത അറിയാതെയാണ് നീ പറഞ്ഞതെങ്കിലും പണ്ഡിതനെ കുറ്റം പറഞ്ഞ് നീ മരിച്ചുപോയാൽ നഞ്ഞുവയറ്റിലായിട്ട് ശരീരത്തിന് അപകടം വരുന്നത് പോലെ നിന്റെ ആത്മീയതയ്ക്ക് തകരാറ് സംഭവിച്ചുപോയി, നിന്റെ ഈമാനിന് കേടുവന്നുപോയി. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ മുസ്ലിമീങ്ങളെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ അവർ ഏത് ചില്ലറ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാലും അവരെത്ര സംഘടനകളിൽ പിരിഞ്ഞാലും പണ്ഡിതന്മാരെ ചീത്ത പറയുകയോ നിസ്സാരപ്പെടുത്തുകയോ ഗീബത്ത് പറയുകയോ ചെയ്യുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നമുക്ക് ഗുണത്തേക്കേറെ ദോഷമല്ലാതെ ചെയ്യുകയില്ല. ഒരിക്കലും തന്നെ അല്ലാഹുവിലുള്ള വിശ്വാസത്തിന് പകരം മറ്റൊരു സൃഷ്ടിയിലും നമ്മളെ വിശ്വാസം കൊണ്ടുപോയി പിടിച്ചു കെട്ടരുത്. കൊടുക്കുന്നവൻ അള്ളയാണ്, തടയുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് തന്നെ സഹോദരാ, ഒരു ദീനീ പ്രവർത്തന രംഗത്തും അള്ളാഹ് അനുവദിക്കാത്ത മാർഗം നീ സ്വീകരിക്കുകയുമരുത്. ഇതേത് പ്രവർത്തകന്മാരുടെയും മനസ്സിലുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കട്ടെ സഹോദരന്മാരെ. ഞാൻ ഒരു സ്ഥലത്ത് കല്യാണത്തിന് വിറ്റുവെപ്പോ എന്റെ ഡ്രൈവറിനോട് പറഞ്ഞു, നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ പ്രസംഗിക്കില്ല. പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗത്തിൽ പറഞ്ഞു, ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്റെ പെട്ടി
നഷ്ടപ്പെട്ടുപോയി. ആ പെട്ടിയിൽ എന്റെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു, ഞാൻ ലഗേജിലിട്ടതായിരുന്നു. അങ്ങനെ പാസ്പോർട്ട്, വിസയടിച്ച പാസ്പോർട്ട്, അബുദാബിയുടെ വിസയുള്ള പാസ്പോർട്ടുള്ളത് കൊണ്ട് ഞാൻ വളരെയേറെ മനസ്സുകൊണ്ട് വിഷമിച്ചു. കുറെ ഡിഡിയും ചെക്കും പൈസയൊക്കെ അതും ഉണ്ടായിരുന്നു, അതൊക്കെ അതിലുണ്ടെന്നുള്ളത് ഞാൻ മറന്നുപോയതാണ്. അങ്ങനെ ലഗേജിലിട്ടിട്ട് കിട്ടാതെ ഞാൻ വളരെ മനസ്സുകൊണ്ട് വിഷമിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, തങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് കിട്ടും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. കാന്തപുരം ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദ് ജിദ്ദയിലും പല സ്ഥലത്തും